കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഏതാണ്ട് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒരു ഭജന സംഘങ്ങളായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരൊക്കെ തന്നെയാണ് ഇരുന്ന് ഗോദി മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യൻ മീഡിയകളൊക്കെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തവണ വരെ, അതായത് ദിവസങ്ങൾക്ക് മുമ്പ് വരെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് വരെ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം നടത്തിക്കൊണ്ടിരുന്ന ചാനലുകളാണ് ഏഷ്യാനെറ്റ് ആണെങ്കിലും മീഡിയ വൺ ആണെങ്കിലും മനോരമ ന്യൂസ് ആണെങ്കിലും മനോരമ പത്രങ്ങളും മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളും ഒക്കെ തന്നെ. പക്ഷെ അവരെല്ലാവരും തന്നെ ഈ വിമർശനങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ പിന്നോട്ട് പോവുകയും ഏതാണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ഈ ഭരണകൂടത്തിൻ്റെയും ഒക്കെ തന്നെ ഭജന സംഘങ്ങളായി അധപ്പതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിലേക്ക് ഞാൻ നിരവധി തെളിവുകൾ തരാം. അതിലൊരെണ്ണം മാത്രമേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ടൈറ്റിലിൽ ഇട്ടിട്ടുള്ളൂ, അത് വന്ദേ മാതരത്തിൻ്റെയാണ്. പക്ഷെ അതുമാത്രമല്ല, മറ്റു പല കാര്യങ്ങളുണ്ട്. ഇനി വന്ദേ മാതരം നമുക്ക് വിടാം, ഒരു പുതിയതായി ചുമതലയേൽക്കുന്ന ചടങ്ങല്ലേ, മുഖ്യമന്ത്രിയെ വിമർശിക്കണ്ട എന്ന് പറഞ്ഞു വിടാം. പക്ഷെ വന്ദേ മാതരത്തിലും സംഭവിച്ചത് എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണമല്ലോ. വന്ദേ മാതരത്തിൻ്റെ 2 സ്റ്റാൻസകൾ അത് പാടേണ്ട എന്നുള്ളത് പണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകളടക്കം കോൺഗ്രസ് പാർട്ടിയടക്കം തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പാടിയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ വിശദമാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരാധനയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് വേണ്ടതില്ല, അതായത് നമ്മുടെ ഒരു പൊതുപരിപാടികളിൽ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. വേറെ എവിടെയെങ്കിലും നിന്ന് പാടുന്നതിനൊന്നും ആളുകൾ കുഴപ്പമില്ല. ഇതിലുള്ള ഏറ്റവും ഒരു സ്റ്റാൻസ എന്ന് പറയുന്നത് ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ ആയിട്ട് ഇന്ത്യയെ ഉപമിച്ചുകൊണ്ട് അതിനെ വണങ്ങണം എന്ന് പറയുന്ന ചില പദ്യഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. പക്ഷെ ആ ഒഴിവാക്കിയതടക്കം ഇപ്പോൾ യഥാർത്ഥത്തിൽ വന്ദേമാതരത്തിൽ പാടണമെന്നാണ് BJP ഗവൺമെൻറ് താല്പര്യപ്പെടുന്നത്. അത് വന്ദേമാതരം പാടണമെന്നവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. വന്ദേമാതരമോ ജനഗണമനയോ ഒന്നും ഇവിടെയുള്ള ആളുകൾക്കൊന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള രവി തന്നെ ജനഗണമന പാടിയിട്ട് ആകെ കുളമാകുകയാണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനോ അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ, അങ്ങനെ തൊട്ടിപ്പുറത്തൊരു ഹിന്ദു കൺസോളിഡേഷൻ വരുത്താം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുള്ള ജമാഅത്തിനൊക്കെ പിന്തുണയുള്ള വി.ഡി. സതീശൻ തന്നെ കരുവായിരിക്കുന്നു എന്നാണ്. പക്ഷെ എന്നിട്ട് പോലും മുസ്ലിം ലീഗിനോ ജമാഅത്തെ ഇസ്ലാമിക്കൊന്നും ഒരു പരാതിയില്ല. കാരണം ഇത്തരത്തിലുള്ള 2 സ്റ്റാൻസുകൾ ഈ ചടങ്ങിൽ ആലപിക്കപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതവിടെ നിൽക്കട്ടെ, ഇതിനെ അറിയാതെ പറ്റിപ്പോയതാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പക്ഷെ അറിയാതെ പറ്റിപ്പോയതിന് ശേഷം പോലും നേരെ അദ്ദേഹത്തോടൊരു വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അയ്യോ അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു, അത് പാടിക്കേട്ടപ്പോഴാണ് അറിഞ്ഞത്, പിന്നെ പാടുന്നതിന് ഇടക്ക് പോയി നിർത്താൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ആ ചോദ്യത്തോടു കൂടി നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ സംതൃപ്തരായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സദ്യ കഴിച്ചതിൻ്റെ ഒരു ഫീല് കിട്ടില്ല, അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കഴിച്ചതിൻ്റെ ഫീല് കിട്ടില്ല, അതുപോലെ സന്തോഷത്തിലായി പോയി എന്നുള്ളതാണ്. പിന്നീടൊരു ഉപചോദ്യങ്ങളും ഉണ്ടായില്ല, പിന്നെ ബ്രേക്കിംഗ് ന്യൂസുകൾ ഉണ്ടായില്ല, ആഞ്ഞടിക്കുന്ന ചർച്ചകളും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവർക്ക് 2 സൈഡിൽ നിന്ന് സതീശന് വെഞ്ചാമരം വീശി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണിയാണ് ഇവർക്കുള്ളത്. ഒരു സൈഡിൽ ഏഷ്യാനെറ്റും ഒരു സൈഡിൽ മീഡിയ വണ്ണും, ഇനി ബാക്കിലോ ഫ്രണ്ടിലോ നിന്ന് മനോരമ കൂടി അത് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. ഇനി പോട്ടെ, അത് ഇനിയിപ്പോൾ തുടക്കത്തിലല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സൗമനസ്യം കാണിച്ചാണ് നമുക്ക് വിചാരിക്കാം. ആ സമയത്ത് തന്നെ മറ്റൊരു വിവാദവും കൂടി ഉണ്ടായി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ആ വിവാദം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞപ്പോൾ മേനോൻ എന്നുകൂടി കൂട്ടി പറഞ്ഞതാണ്. അതായത് വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ദാമോദര മേനോൻ എന്നുകൂടി കൂട്ടി പറഞ്ഞതാണ്. പക്ഷെ അത് അവർക്ക് വിവാദമാക്കാൻ തോന്നിയില്ല. പക്ഷേ അത് വിവാദമാക്കി കിട്ടിയിരുന്നെങ്കിൽ സതീശൻ തന്നെ കുറച്ചുകൂടി ഗുണമാകുമായിരുന്നു. അതുകൊണ്ട് ചില മാധ്യമങ്ങളൊക്കെ വിവാദമാക്കി. ഗുണമാകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുള്ള അല്ലെങ്കിൽ ജമാഅത്തയുടെയൊക്കെ പിന്തുണയുള്ള ഒരു മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രിയാണെന്നുള്ള പ്രചാരണമുണ്ടായിരുന്നു. ആ പ്രചാരണത്തെ മറികടക്കാൻ സതീശൻ കൂടി കണ്ടെത്തിയതാണ് ദാമോദര മേനോൻ എന്നുള്ളതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളതുകൊണ്ടായിരിക്കാം ടൈംസ് നൗവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലും അദ്ദേഹം ചോദ്യം കൃത്യമായി കേൾക്കാതെ, നിങ്ങൾ മുസ്ലിം വർഗീയതയെ എതിർക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം കേൾക്കാതെ നോ ഐ എം നോട്ട് എ മുസ്ലിം, ഐ എം എ ഹിന്ദു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹം പറയാൻ നേരത്തെ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളുടെ തലോടൽ എങ്ങനെയാണ് പിണറായിക്ക് കിട്ടാതിരുന്നതും സതീശന് കിട്ടുന്നതും എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുതിയതായിട്ട് ഒരു വലിയ വിവാദം കൂടി വന്നിട്ടുണ്ട്. വിവാദമാകേണ്ട ഒരു സംഭവമാണ് അത്. ആദ്യം ഞാൻ ബംഗാളിലെ കാര്യം പറയാം, എന്നിട്ട് ഇവിടുത്തെ കാര്യം പറയാം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ.
വെസ്റ്റ് ബംഗാളിൽ മനോജ് അഗർവാൾ എന്ന് പറയുന്ന ഒരാളെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അതിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്, കൂടാതെ രാഹുൽ ഗാന്ധിയും ഒക്കെ നടത്തുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് വലിയ കള്ളന് വലിയ പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏപ്രിൽ 2025 മുതൽ മെയ് 2026 വരെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു വെസ്റ്റ് ബംഗാളിൻ്റെ ഈ പറയുന്ന പ്രസ്തുത മനോജ് അഗർവാൾ. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. IIT നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ഓഫീസറാണ്. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് കേട്ടിട്ടുള്ള ഓഫീസറാണ്. പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറികൾ നടന്നു എന്ന് പറയുന്ന ആരോപണമുള്ള ഒരു ഓഫീസറാണ്. ആ അട്ടിമറി ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഓഫീസറാണ്. അദ്ദേഹത്തെയാണ് സുവേന്ദു അധികാരി എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രി വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉദ്ദിഷ്ട കാര്യത്തിനൊരു ഉപകാര സ്മരണയാണ് എന്നുള്ളതാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയൊക്കെ ആഞ്ഞടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ ആഞ്ഞടിക്കുമ്പോൾ ഇത്തരം പരിപാടികളൊന്നും എന്തായാലും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ചെയ്യില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യാതെ ഇവിടെ ഇരിക്കുമെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട VD സതീശൻ്റെ അടുത്ത ഒരു അപ്പോയിൻമെൻറ്റ് കൂടി വരുന്നത്. ആ അപ്പോയിൻമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന മിടുക്കനായിരുന്ന നേരത്തെ MBBS ഒക്കെ പാസ്സായിട്ടുള്ള രത്തൻ ഗേൽക്കർ, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിലൊരു ശരികേടില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന സ്വന്തം തെരഞ്ഞെടുപ്പിൽ താങ്കൾ വിജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ കൂട്ടുനിന്ന അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കിയ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമായിരുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർ. കൂട്ടുനിന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ആയിരുന്നിട്ടുള്ള ഒരാളെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി ഇത് പോട്ടെ, ഞാൻ പറഞ്ഞത് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ പോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് മിണ്ടാതിരിക്കാം. കാരണം ഏഷ്യാനെറ്റും മീഡിയ വണ്ണൊക്കെ സപ്പോർട്ട് ചെയ്താൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് പോട്ടെ. പക്ഷേ രണ്ടാമത്തൊരു കാര്യം, ഇനി വെസ്റ്റ് ബംഗാൾ എങ്ങനെ ഇത് ആരോപണമായിട്ട് നിങ്ങൾ അങ്ങനെ ഉന്നയിക്കും? അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ് അവനവൻ ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിച്ചിട്ട് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നിങ്ങളെങ്ങനെ ഇത് ആരോപണമായിട്ട് ഉന്നയിക്കും? കാരണം നിങ്ങൾ തന്നെ പറഞ്ഞേക്കണത് അങ്ങനെ ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് തെറ്റാണ്, അത് വലിയ കളവ് നടത്തിയതിൻ്റെ വലിയ പാരിതോഷികമാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെയും അതേ ആരോപണം നിലനിൽക്കില്ലേ? അപ്പം വേണ്ട, ഇവിടെ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമെങ്കിലും കോൺഗ്രസ് പാർട്ടി കൊടുക്കേണ്ടതല്ലേ? എന്താണ് മറുപടി പറയാനുള്ളത്? നിങ്ങളുടെ വാദങ്ങളെ നിങ്ങൾ തന്നെ ദുർബലമാക്കുന്ന ഈ പണി എന്ന് അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് സതീശനോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്രതിപക്ഷമില്ല, ഇപ്പോൾ ഇവിടെ ഭജന സംഘങ്ങൾ മാത്രമേ ഉള്ളൂ. മനോരമയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണും ഒക്കെ കൂടി നിങ്ങൾക്ക് വേണ്ടി റീലുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ BGM ഇട്ട് തരും. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലുകൾക്ക്, നിങ്ങളുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് അവർ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ലൈറ്റായിട്ടുള്ള മ്യൂസിക് വായിക്കും. അതുകൂടാതെ നിങ്ങളെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടുള്ള ഭജനകൾ അവർ പാടിക്കൊണ്ടിരിക്കും. അപ്പോഴും പിണറായി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പണികളെക്കുറിച്ചും അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ആരുമില്ലാതെ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയതിനെക്കുറിച്ചുമൊക്കെ വാർത്തകൾ എഴുതി സ്വയം പുളകിതരാവുക. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭജന സംഘം നീണാൾ വാഴട്ടെ. ഇത് ടോപ്പിക്കിൻ്റെയുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെയുള്ള ഒരു പ്രത്യേക അറിയിപ്പാണ്. നമ്മളൊരു പുതിയ പോഡ്കാസ്റ്റ് സീരീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിതുവരെ നിങ്ങളറിയാതെ നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒക്കെ കൂടി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധം നിർമ്മിക്കലുണ്ട്. ആ പൊതുബോധങ്ങളെല്ലാം തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നതാണ്, നിർമ്മിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന, ആ പൊതുബോധങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു ചാനലായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ലെങ്തി ആയിട്ടുള്ള ഇൻ്റർവ്യൂകളോ പോഡ്കാസ്റ്റുകളോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മാസം ഒരു 2-3 എണ്ണം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് വലിയ അധ്വാനം ആവശ്യമുണ്ട്, കൂടാതെ വലിയ പണം ചിലവൊക്കെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ പോഡ്കാസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ 2021 വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു കരുതൽ മുഖ്യമന്ത്രിയായിരുന്നു, ഒരു ക്യാപ്റ്റൻ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് എങ്ങനെയാണ് തകർക്കപ്പെട്ടത് എന്നുള്ളതും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയക്കാരും കൂടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനകളുടെ ഭാഗമായി ആ ഇമേജുകൾ തകർന്നടിഞ്ഞത് എങ്ങനെയെന്നും അതിലേക്ക് സഖാക്കളടക്കമുള്ള ആളുകൾ ചെന്ന് പെട്ടതെങ്ങനെയെന്നുമുള്ള
വിശദമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. അത് 1 മണിക്കൂർ 42 മിനിറ്റുള്ള പോഡ്കാസ്റ്റാണ്. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരത് കാണണം. അപ്പോൾ അതൊക്കെ വലിയ ചിലവുള്ള കാര്യമായതുകൊണ്ട് ഒരു മാസത്തിൽ 2-3 എണ്ണമെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ടിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള മെമ്പർഷിപ്പുകളിൽ ഏതെങ്കിലും എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയാവുന്നവർ അത് ചെയ്താൽ മതി, കഴിയാത്തവർ സങ്കടപ്പെടേണ്ടതില്ല. തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകൾ കൃത്യമായി കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുകയും ചെയ്താൽ മതി. അങ്ങനെ ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു ഒറ്റയാൾ പോരാട്ടം ഇതിലൂടെ നടത്താൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സമൂഹത്തിലെ പൊതുബോധങ്ങളുടെ അപനിർമ്മിതികൾക്കെതിരെ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചാനലിൻ്റെ പേര് മറക്കണ്ട, അത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.